ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇതൊക്കെ വളരെ സ്വാഭാവികമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇവിടെ ഒരു മുസ്ലിം പ്രീണനവും നടക്കുന്നില്ല. സ്വാഭാവികമായി മുഹമ്മദ് നബിയെ പഠിപ്പിക്കാൻ മാത്രമാണ് സർക്കാർ ഒരുങ്ങുന്നത് എന്നാണ് ഇവിടെ പങ്കെടുത്ത ശ്രീ ഒ അബ്ദുള്ളയായാലും ഇടത് പ്രതിനിധിയായാലും ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ തുടക്കം മുതൽ പറയാൻ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞതിലേക്ക് എത്താന്നാണ് വിചാരിക്കുന്നത്. യെസ്, അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു അക്ഷരം പോലെ എനിക്ക് ഇവിടെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിന് മുന്നേ തന്നെ എക്സ് മുസ്ലിം എന്നുള്ളൊരു വാക്കും നമ്മുടെ ഒരു പേരൊക്കെ കണ്ടപ്പോൾ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ജിഹാദിയായ എന്ന് തന്നെ പറയാം, അതായത് പച്ചയായിട്ട് ജിഹാദിസം കൊണ്ട് നടക്കുന്ന SDPI പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള പാർട്ടികളെയും സംഘടനകളെയൊക്കെ വെളുപ്പിക്കുന്ന ഒ അബ്ദുള്ളയ്ക്ക് അത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. അപ്പോ ഇവിടെ അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കടം വീട്ടാണ്. അതായത് ഇവിടെ നമ്മൾ ഇന്ത്യയിൽ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരു ഡെങ്കു പോലെ അല്ലെങ്കിൽ മലേറിയ പോലെയാണ് എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇസ്ലാം എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടിയ ഒരു വൈറസാണ്. അതിനെ ഞാൻ വിളിക്കാറുള്ളത് നമ്മളുടെ പേവിഷബാധ, അതായത് റാബിസ് ഞാൻ വിളിക്കാറുള്ളത്. അപ്പോ നിങ്ങൾക്ക് സനാതന ധർമ്മത്തെ ഈ രീതിയിൽ മലേറിയ എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ കോവിഡ് ഇസ്ലാം എന്ന് പറയുന്നത് റാബിസ് ആണ്. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തത് ഇവിടെ ഇദ്ദേഹം പറഞ്ഞു ഇപ്പോ എന്താണ് അനറബി അറബി ഇവർ തമ്മിലുള്ള വ്യത്യാസം പോലും ഇല്ലാന്ന് പഠിപ്പിച്ച മതം, അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പൊ ഞാനിവിടെ സത്യം പറഞ്ഞ ഇത് മതമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ പറയേണ്ട ഒരു വിഷയമല്ല. കാരണം ഇത് രാഷ്ട്രീയമാണ്. ഈ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറക്കുന്ന കളികളാണ് ഇവിടുത്തെ വിഷയം. അത് വെച്ചുകൊണ്ട് വോട്ട് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആ നാടകങ്ങളാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ അതിനകത്തേക്ക് പോലും ഇദ്ദേഹം വന്ന് നിന്നിട്ട് മുഹമ്മദ് നബി പോലെയുള്ള ഒരു നല്ല മനുഷ്യനെ കുറിച്ച് നാലാൾ എന്തെങ്കിലും പഠിക്കുന്നതിന് എന്താ കുഴപ്പം, ആ പ്രബോധനം ചെയ്യുന്നതിന് എന്താ പ്രശ്നം എന്നാ ചോദിക്കണം. നോട്ട് ദ വേർഡ്, ആ വാക്ക് തന്നെ പ്രശ്നമാണ്. പ്രബോധനം എന്തിനാണ് സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് പാഠപുസ്തകങ്ങളിലൂടെ പ്രബോധനം നടത്തുന്നത്? എന്തിനാ? അതിന്റെ ആവശ്യം എന്താ ഉള്ളത്? അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മള് അദ്ദേഹം തന്നെ പറഞ്ഞു, ഇവിടെ നമ്മള് ടെക്സ്റ്റ് ബുക്കുകളിൽ രാമനെ കുറിച്ച് നിശബ്ദരായിട്ടിരിക്കും. നിങ്ങൾ സംസാരിച്ചപ്പോ നമ്മൾ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക, ക്ഷമ കൈക്കൊള്ളുക. ഓക്കെ, താങ്കൾ എനിക്ക് ഒത്തുണ്ടാക്കാൻ വയ്യ. ചാടി കയറി വന്നാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ മുഹമ്മദ് നബിയെ കുറിച്ച് ഇപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത് 6 വയസ്സിൽ കെട്ടിയതിനെ കുറിച്ചും 10 കെട്ടിക്കൊണ്ട് നടന്നതിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. ഇത് നമ്മൾ പഠിപ്പിക്കണം, സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കണം. മുഹമ്മദ് നബി ഇതേപോലെ ഒരു സ്ത്രീലംബടനായിരുന്നു എന്ന് നമ്മൾ പഠിപ്പിക്കണം. അതല്ലെങ്കിൽ ഇതേപോലെ അടിമയും ഉടമയും ഒരുപോലെയല്ല എന്ന് പഠിപ്പിക്കണം. അതല്ലാതെ നമ്മൾ ബാഹുബലി 1 മാത്രം പഠിപ്പിക്കാൻ കഴിയണം. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ജാതി വ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ, ജാതി വ്യവസ്ഥയിൽ പ്രശ്നത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കും, ഇസ്ലാമിന്റെ കുഴപ്പത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ രാമനെ കുറിച്ച് പഠിപ്പിക്കുന്നു, രാമൻ ചെയ്ത പ്രശ്നത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതേപോലെ ഇസ്ലാമിന്റെ കുഴപ്പത്തെ കുറിച്ച് പഠിപ്പിക്കണം. മുഹമ്മദ് നബി ലോകത്തെ അഴിച്ചുവിട്ടിട്ടുള്ള ഈ തീവ്രവാദ ആ ഒരു ഭൂതത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. ഇനി നിങ്ങൾ SDPI അന്നുണ്ടായിരുന്നില്ല എന്നിപ്പോ നിങ്ങൾ പറഞ്ഞിട്ട് വേണോ നമുക്കറിയാൻ? അല്ലല്ലോ. ഇവിടെ SDPIക്ക് ഈ ബീജാഭാവം നടത്തിയിട്ടുള്ള ആ സംഘടന ഏതാണ്? അതല്ല ഇവിടുത്തെ മുസ്ലിം ബ്രദർഹുഡും അതിനുശേഷം വന്നിട്ടുള്ള ഈ ജമാഅത്ത് ഇസ്ലാമി, അതിന്റെ ഭാഗമായിട്ട് നിങ്ങളും ഇരുന്നിരുന്ന ആളല്ലേ? അത് നിങ്ങൾക്ക് അറിയാലോ. എന്താണ് SDPIയും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി ഇവിടെ മുന്നോട്ട് വെക്കുന്നത്? ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കുക. ഇതല്ല നിങ്ങളുടെ ലക്ഷ്യം. ഇത് നിങ്ങളുടെ കക്ഷത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് പുറത്തു വന്നിട്ട് ആ പ്രബോധനം എന്തുകൊണ്ട് നടത്താൻ കഴിയില്ല എന്നൊക്കെ ഈ നിഷ്കളങ്ക ചോദ്യം ചോദിക്കും. അതും വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകാനൊന്നും ഇവിടുത്തെ നാട്ടുകാരെ കിട്ടില്ല. അത്രയ്ക്ക് മണ്ടന്മാരാണ് ഇവിടെ ഉള്ള ആളുകൾ എന്നൊക്കെ തെറ്റിദ്ധാരണ നിങ്ങൾക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആളുകൾ എല്ലാവരും ഇസ്ലാമിക വിളിപ്പിക്കുന്നത് SDPI എന്ന് പറയുന്ന എന്ന് പറയുന്ന നിരോധിത സംഘടനയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് ഏറ്റവും ഒടുവില്ല ED പോലും അവിടെ പറയണ്ടായി. അവർ പിടിച്ചെടുത്ത രേഖകളിൽ നിന്ന് അത് അവിടെ വ്യക്തമാണ്. കാരണം അവരുടെ ഫണ്ടിങ് ഒരേപോലെ വരുന്നു, അതിൽ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും അവിടെ പ്രവർത്തിക്കുന്നു. അപ്പൊ എന്താണ്? പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയാണ്. അധികം വൈകാതെ പൂട്ട് വീഴാൻ പോകുന്ന ഒരു സംഘടനയാണ് ഈ പറയുന്ന SDPIയും ജമാഅത്ത് ഇസ്ലാമി. ഒരു സംശയം വേണ്ട, രണ്ടിനും കൂട്ടിക്കെട്ടണം. കാരണം ഈ ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വർഗീയതയ്ക്കും ഇതുപോലെയുള്ള അത് ഈ പറയുന്ന ഇസ്ലാമിക സംഘടനയാണ്. കേന്ദ്ര സർക്കാരാണ് RSS എന്ന് പറയാതെ ഈ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് ഭരണത്തിലേറ്റിയ സർക്കാരാണ്.
കേന്ദ്ര സർക്കാരും അല്ല, ഇദ്ദേഹത്തിന് ഭരണത്തിലേറ്റിയ സർക്കാരാണ്. അല്ലാതെ RSS എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ വില കുറച്ച് കാണരുത്. കാര്യമൊന്നുമില്ല. നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ്. അത് നിങ്ങൾ തൽക്കാലം നിങ്ങൾ പറയുന്ന ആ കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കുന്ന കാലം കഴിഞ്ഞത്. അതുകൊണ്ടാണ് ശ്രീ ഒ അബ്ദുള്ള അങ്ങ് മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്, മുതിർന്ന ഒരു വ്യക്തിത്വമാണ്. പ്ലീസ് ആരിഫ് സർ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ, ഡോക്ടർ ആരിഫ് ഹുസൈൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. അങ്ങേക്ക് ഞാൻ സമയം തരാം. ഡോക്ടർ ആരിഫ് ഹുസൈൻ അവസാനിപ്പിക്കുകയാണ്. അറബിയും അനറബിയും തമ്മിൽ വ്യത്യാസമില്ലാന്ന് മാത്രമല്ല ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. അടിമയും ഉടമയും ഒന്നും ഒരേപോലെ അല്ല എന്നും അത് രണ്ടും രണ്ടാണ് എന്നും സ്ത്രീകളെ അടിക്കണമെന്ന്, ഭാര്യ അടിക്കണമെന്ന് വരെ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതും കൂടി നമ്മൾ പഠിപ്പിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സനാതന ധർമ്മം മലയാളിയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് പേപ്പട്ടി വിഷബാധയാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. റാബീസ് വൈറസ് ആണ് നമ്മൾ പറയും. ഓക്കെ.